ശക്തമായ മഴയിൽ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി. രണ്ടാം തവണയാണ് ആശുപത്രിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത്. മഴ ഇനിയും കനത്താൽ ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ താളം തെറ്റുന്ന അവസ്ഥയാണുള്ളത്. ജെയ്സൺ ചാമോളപ്പിൽ നൽകും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ. ജെയ്സൺ, കഴിഞ്ഞ ദിവസവും ആശുപത്രിയിൽ വെള്ളം കയറിയത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ? വിനീത, തീർച്ചയായും ഇപ്പോൾ അശ്വിനി ആശുപത്രിയിലേക്ക് വീണ്ടും വെള്ളം കയറിയിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വലിയ തോതിൽ വെള്ളം ഇരച്ചു കയറി കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആശുപത്രിയുടെ മുൻഭാഗമാണ് ഇത്. ആശുപത്രിയുടെ റിസപ്ഷൻ ഭാഗത്തേക്ക് പതുക്കെ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഴ ചെറിയ രീതിയിൽ ശാന്തത ഉണ്ടെങ്കിൽ പോലും മഴ കനക്കാനുള്ള സാധ്യത, വീണ്ടും ശക്തമായി വരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഏത് നിമിഷവും ആശുപത്രിയുടെ പ്രവർത്തനം നിലയ്ക്കാവുന്ന സ്ഥിതിയിലാണ്. കഴിഞ്ഞ ദിവസമാണ് വലിയ പ്രതിസന്ധി ആശുപത്രിക്ക് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇവിടുത്തെ PRO തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് എത്ര സമയം നിന്ന് പെയ്ത മഴയാണ് ഈ നിലയ്ക്ക്? വളരെ പെട്ടെന്ന് പെയ്ത ഒരു ശക്തമായ മഴയിൽ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലെ വെള്ളം തുടങ്ങി വടക്കേ ബസ് സ്റ്റാൻഡ് തുടങ്ങി ഷൊർണൂർ റോഡ്, തിരുവമ്പാടി ക്ഷേത്രം എന്നുള്ള പ്രദേശത്തെ വെള്ളം ഒരൊറ്റ പോയിന്റിൽ ഞങ്ങളുടെ ആശുപത്രിയുടെ പിറകിലുള്ള ചെറിയ കാനയിലേക്ക് വന്നു ചാടുമ്പോൾ ആ വെള്ളം, പെയ്ത്തുവെള്ളം ഞങ്ങളുടെ ആശുപത്രിക്കകത്തേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞങ്ങൾ ഇതിന് പരിഹാരം കാണാൻ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം യോഗം വിളിക്കേണ്ടായി. അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ആശുപത്രിക്ക് ഫ്രണ്ടിൽ കാണുന്ന PWD കാന ഇന്ന് പൊളിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ അത്ര നമുക്ക് നാശനഷ്ടം ഉണ്ടാവാതിരുന്നത്. ഇപ്പോൾ വെള്ളം ഒരു നിയന്ത്രണാധീനമായിട്ടുണ്ട്. പക്ഷേ ഇനിയും മഴ പെയ്ത എന്താ കാര്യം വെച്ചാൽ ഇനി ആ മഴ പെയ്ത്തുവെള്ളമാണ് നമ്മളെ കൂടുതലും ഈ ആശുപത്രിക്കകത്തേക്ക് കയറണത്. ഇതിപ്പോ ഈ രീതിയിൽ വന്നാൽ ഇപ്പൊ ആശുപത്രിയുടെ പ്രവർത്തനം, ഇപ്പൊ ചെറിയ മഴകൾ ഇപ്പൊ വരുന്നുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞാൽ മഴ കനക്കാൻ പോവാണ്, കാലവർഷം വരാൻ പോവാണ്. ആ വലിയ പ്രതിസന്ധിയിലേക്ക് പോയില്ലേ? ഞങ്ങൾക്ക് ഒരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളൊരു 100-500ഓളം ജീവനക്കാരുണ്ട്. ഇവിടെ ആശ്രയിച്ചു കഴിയുന്ന കുറേ രോഗികളുണ്ട്. ഞങ്ങൾ 10-36 വർഷക്കാലമായിട്ട് ഈ ആശുപത്രി പ്രവർത്തിച്ചു വരികയാണ്. ഞങ്ങൾക്ക് ഈ 2-3 വർഷമായിട്ട് ഇത്ര വലിയ ദുരിതം അനുഭവിക്കണം. ഇപ്പൊ ഈ ഇതിന്റെ ഡയറക്ടറിന്റെ ചെറിയാണ് ഇപ്പൊ ഈ നില തുടർന്നാൽ, ഇപ്പൊ ഒരാഴ്ച കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ ആശുപത്രി പ്രവർത്തനം പൂർണ്ണമായി നിർത്തേണ്ടി വരില്ലേ? ഈ നില തുറന്നാൽ നിർത്തേണ്ടി വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു മഴ പെയ്യുമ്പോഴേക്കും ആശുപത്രിക്കകത്ത് വെള്ളം, അടിസ്ഥാനപരമായ പ്രശ്നം എന്താ ഇവിടുത്തെ? അടിസ്ഥാനപരമായി ഈ സൈഡിലത്തെ കാനേന്നാണ് ഇപ്പോൾ വെള്ളം വന്നിട്ടുള്ളത് അല്ലേ? സൈഡിലെ കാനേന്ന വെള്ളം തന്നല്ലേ. ഫ്രണ്ടിലെ കാനയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കോർപ്പറേഷനുമായി സംസാരിച്ചിട്ട് അത് പൊളിച്ചിട്ടുണ്ട്. അത് ശരിയാക്കാൻ അടിയന്തര നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള സൈഡിലത്തെ കാന നിറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. ഏതായാലും വിനീത, വരും മണിക്കൂറുകളിൽ വലിയ ആശങ്ക ഇവിടെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഈ ആശുപത്രി വർഷക്കാലം അതീവ ദുരിതത്തിൻ്റെ ഒരു ആശുപത്രിയായി പറയും. അസുഖം മാറാൻ വരുന്ന ആശുപത്രി ഈ വർഷക്കാലം ദുരിതപ്പെയ്ത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതാനും ഒരു മണിക്കൂർ പോലും നിന്ന് മഴ പെയ്തിട്ടില്ല. അപ്പോഴേക്കും ഈ സമീപ പ്രദേശത്തെ ജലം മുഴുവൻ ഇവിടേക്ക് ജെയ്സൺ, ഇക്കാര്യത്തിൽ കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോൾ കലക്ടർ തന്നെ ഇടപെടുകയും അടിയന്തര യോഗം വിളിക്കുകയും കോർപ്പറേഷനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടുകയും ഒക്കെ ചെയ്തതാണ്. ഇനി വരും ദിവസങ്ങളിൽ മഴ കനക്കാനിരിക്കുകയാണ് ഈ ദുരിതം എന്നതാണ് അവസ്ഥ. തീർച്ചയായും പ്രധാനമായും ഡ്രൈനേജുകൾ വളരെ ചെറിയ ഡ്രൈനേജുകളാണ് എന്നതാണ്. ഡ്രൈനേജുകൾ വളരെ ചെറിയതാവുമ്പോൾ ഉള്ളൊരു പ്രശ്നം, കുത്തൊഴുക്കിൽ വെള്ളം വന്ന് വരുമ്പോൾ ഡ്രൈനേജുകൾ ഓവർഫ്ലോ വരുന്നു. അത് സമീപ പ്രദേശങ്ങളിലേക്കായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഹോസ്പിറ്റലൊക്കെ ഇരിക്കുന്ന ഭാഗം ഒരു ഏറ്റവും താഴ്ന്ന ഭാഗം, തൃശ്ശൂർ നഗരത്തിൻ്റെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഈ ആശുപത്രി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന്, അതായത് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയാണ് ഏറ്റവും ഉയരത്തിലുള്ളത് തൃശ്ശൂർ നഗരത്തിൽ. അവിടെ നിന്ന് ആ പരിസരത്തു നിന്ന്, അതായത് ആ സ്വരാജ് റൗണ്ടിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം പ്രധാനമായും വന്നു വീഴുന്നത് ഇത്തരത്തിലുള്ള ഏറ്റവും താഴ്ന്ന പ്രദേശം. ഇവിടെ മാത്രമല്ല പ്രശ്നം, ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൻ്റെ പ്രശ്നമാണ്. ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൻ്റെ പ്രശ്നമാണ്. ഇത്തരത്തിൽ കനത്ത മഴ പെയ്ത് വരാനിരിക്കുന്ന ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇതൊന്നും വരാനിരിക്കുന്ന ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആശുപത്രിക്ക് അകത്തേക്ക്, ഇത് ആശുപത്രിയുടെ ഉൾവശമാണ്, അകത്തേക്ക് വെള്ളം കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ മഴ ചെറിയ ശമനമുള്ളത് കൊണ്ട് ഇപ്പോൾ കയറിയ വെള്ളം കുറേശ്ശെ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പക്ഷേ എങ്കിൽ പോലും ജെയ്സൺ ചാമോളപ്പിലാണ് തൃശൂർ അശ്വിനി ആശുപത്രിയിലെ ദുരവസ്ഥ നമ്മളോട് പങ്കുവെച്ചത്.